ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ശരണ്യയുടെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ശരണ്യ. എനിക്ക് 28 വയസ്സുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. കുട്ടികളായിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് എന്നോട് നല്ല സ്നേഹമാണ്. എൻ്റെ ഭർത്താവും ഞാനും തമ്മിലുള്ള ബന്ധം ഏറ്റവും നന്നായിട്ടാണ് പോകുന്നത്. എൻ്റെ ഭർത്താവിന് ചെറിയൊരു നാണ സ്വഭാവം ആദ്യമുണ്ട്. എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് പുള്ളി ഒന്ന് അറച്ചു നിൽക്കും. പക്ഷേ നമ്മൾ സിഗ്നലൊന്ന് ശരിയാക്കുകയാണെങ്കിൽ പുള്ളി കത്തിക്കയറുന്ന ടൈപ്പാണ്. ആദ്യം മുതൽ എനിക്കത് തോന്നിയിട്ടുണ്ട്. ഞാനും നാണിച്ച് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹവും കുറേ സമയം എടുക്കും ഒന്ന് ജെല്ലാകാൻ. പിന്നീട് ഞങ്ങൾ നല്ല കൂട്ടായി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം തുടങ്ങുമ്പോഴുള്ള ആ സ്ലോ ഇല്ലേ, അത് ഞാനങ്ങ് മാറ്റിയെടുക്കും. അതിനുവേണ്ടി ഇത്തിരി അഭിനയിക്കേണ്ടി വരും. നമ്മൾ ആഗ്രഹിച്ച് നിൽക്കുകയാണെന്നുള്ള വിധത്തിൽ മോനെ കുട്ടാ കടന്നു വാടാം, പൂമുഖവാതിൽ തുറക്കടാ എന്നൊക്കെ പറഞ്ഞ് റൊമാൻറ്റിക്കായിട്ട് സംസാരിച്ചാൽ മതി. പുള്ളിക്ക് ശരിക്കും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൾഫിൽ അങ്ങ് പോയി കഴിഞ്ഞ് നമ്മൾ വിളിക്കുമ്പോഴില്ലേ മാഡം, ഈ കാര്യത്തെപ്പറ്റി ഒന്നും പറയില്ല. ഞാൻ പറയും ഏട്ടനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ എന്ന് പറയുമ്പോൾ പുള്ളി പറയും അതൊന്നും പറയണ്ട, വരുമ്പോൾ നമ്മളുടെ കാര്യങ്ങൾ നല്ലപോലെ മുന്നോട്ട് പോകില്ലേ, മൊബൈലിൽ കൂടെ ഇങ്ങനെ സൊള്ളാനൊന്നും എനിക്കറിയില്ല എന്ന് പറയും മാഡം. അതൊരു വല്ലാത്ത നിരാശയായിരുന്നു എനിക്ക്. സ്നേഹത്തോടുകൂടി സംസാരിച്ച് ഇത്തിരി ഹോട്ടായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് പുള്ളി പെട്ടെന്ന് വെള്ളം ഒഴിച്ച് തണുപ്പിക്കുന്നത്. അത്രയൊരു സ്വഭാവമാണ്. ഇതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാറുണ്ട്. അപ്പോൾ പുള്ളി പറയും നേരിട്ട് കാണുമ്പോഴാണ്, അല്ലാതെ മൊബൈലിൽ കൂടി ഇങ്ങനെ ദൂരെ ഇരുന്ന് സ്നേഹിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. എനിക്കത് വല്ലാത്ത വിഷമമാണ്. എന്ത് ചെയ്യാനാണ്, ഇത്രയും അരസികനായുള്ളൊരു ഭർത്താവിനാണല്ലോ എനിക്ക് കിട്ടിയത് എന്നോർക്കുമ്പോൾ ദുഃഖമുണ്ട്. എന്നാലും വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ദൂരെ ഇരുന്നിപ്പോൾ എൻ്റെ വിഷമങ്ങൾ തീർക്കാനും പറ്റില്ലെങ്കിലും ഒന്ന് റൊമാൻറ്റിക്കായിട്ട് സംസാരിച്ചു കൂടെ മാഡം? അതിനും ഇങ്ങനെ സമ്മതിക്കില്ല. എൻ്റെ കൂട്ടുകാരിയുണ്ടേ, അവളോട് പറയുമ്പോൾ അവൾ പറയും അതൊക്കെ ഓരോ ആണുങ്ങളും അങ്ങനെയാടി, എന്ത് ചെയ്യാനാണ്, ഇവിടെ അടുത്തിനാണെങ്കിൽ റൊമാൻസ് കൂടുതലാണ്. എവിടെയെങ്കിലും മാറി കിടന്നുറങ്ങുകയാണെങ്കിൽ എനിക്കൊന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാമായിരുന്നു, ഒരു ദിവസം എന്നെ വെറുതെ വിടില്ല എന്ന് പറയും. ഞാൻ പറയും നീ ഒരു ഭാഗ്യവതിയാണെന്ന്. ഭാഗ്യം? അതൊന്നും ഒരു ഭാഗ്യമല്ല. ഇതുപോലെ തൊന്തരവ് ചെയ്യുന്നതിന് ഭർത്താവ് ലോകത്തില്ലെന്ന് പറയും. അപ്പോൾ ഒരാളുടെ ഇഷ്ടമല്ല വേറൊരാളുടെ ഇഷ്ടം. അവളുടെ ഭർത്താവിനെ പോലെ എൻ്റെ ഭർത്താവ് ആക്റ്റീവായിരുന്നെങ്കിൽ എന്ത് നന്നായെന്ന് ഓർക്കും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മാഡം. ഒരു 8 മാസത്തിന് മുമ്പാണ് എൻ്റെ അമ്മായിയമ്മ പെട്ടെന്ന് വീണ് കാലിനൊരു പരിക്ക് പറ്റി. ഒടിവുമുണ്ടായിരുന്നു. അമ്മയാണ് കൂടുതലും ഭക്ഷണം ഉണ്ടാക്കിയ മറ്റ് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും എനിക്ക് പാചകമൊന്നും വലിയ വശമില്ലല്ലോ. ഞാനും അങ്ങ് ദുഃഖത്തിലായി. നല്ല രുചിയായി കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു ടേസ്റ്റ് കാണില്ല. ഞാൻ അത് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും ഞാൻ ഡിസംബറിലെ വരികയുള്ളൂ, ഒരു കാര്യം ചെയ്യും മോളെ, അമ്മയോട് പറ ബിന്ദുമാമയെ വിളിച്ച് പറയാൻ, ബിന്ദുമാമി വന്ന് നോക്കിക്കോളൂന്ന്. ഞാൻ പറഞ്ഞു ബിന്ദുമാമിയോ? അങ്ങനെ മാമയെ പറ്റി ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ എന്ന്. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു അതെൻ്റെ ഫ്രണ്ടിൻ്റെ മാമിയാണ്, ഞാനും ബിന്ദുമാമി എന്നാണ് വിളിക്കുന്നത്, അമ്മയ്ക്കറിയാം കേട്ടോ, നിനക്കറിയില്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ബിന്ദുമാമി ഒന്നും കണ്ടിട്ടില്ല. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്നും 1 കിലോമീറ്റർ അകലെയാണ് ബിന്ദുമാമിയുടെ വീട്. അമ്മയ്ക്കറിയാവുന്ന കുടുംബമാണ്. പണ്ട് തൊട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്കുവരെ ഉണ്ടായിരുന്നു. പക്ഷേ ബിന്ദുമാമിയുടെ ഭർത്താവ് ബിന്ദുമാമിയെ ഉപേക്ഷിച്ച് പോയി. മകനുണ്ടായിരുന്നു. ചെലവിന് തരണമെന്ന് പറഞ്ഞ് ബിന്ദുമാമി പ്രശ്നമുണ്ടാക്കിയപ്പോഴേക്കും അയാൾ ആ പയ്യനെ കൊണ്ടുപോയി ഒരു റെസിഡൻഷ്യൽ സ്കൂളിൽ ചേർത്തു. പൈസ ഒക്കെ അങ്ങനെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ബിന്ദുമാമി തനിയായി. പിന്നെ പുള്ളിക്കാരി ഹോം നേഴ്സായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നാട്ടിലുണ്ടെന്ന് എൻ്റെ ഭർത്താവിൻ്റെ ഫ്രണ്ട് പറഞ്ഞാണ് ഭർത്താവിന് മനസ്സിലായത്. അപ്പോൾ പുള്ളിക്കാരി എന്തായാലും ഇവിടെ വന്ന് സഹായിക്കുമല്ലോ. അമ്മ വിളിച്ചു പറഞ്ഞപ്പോഴേ ബിന്ദുമാമി വരാമെന്നേറ്റു. അമ്മേനോട് പറഞ്ഞു എന്തായാലും അവളെ നമുക്ക് വേലക്കാരിയായിട്ടൊന്നും കാണാൻ പറ്റില്ല, നീ ഒരു കാര്യം ചെയ്യുക, അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ആ വീട്ടിൽ കയറി ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞ് നമ്പരൊക്കെ തന്നു. ഞാൻ അമ്പലത്തിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും വിളിച്ചിട്ട് ബിന്ദുമാമിയുടെ വീട്ടിലേക്ക് ചെന്നു. സാമാന്യം നല്ലൊരു വീടാണ്. ബിന്ദുമാമി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അത്ര വലിയ സൗന്ദര്യമൊന്നും പ്രതീക്ഷിച്ചില്ല. ഇത് പക്ഷേ അങ്ങനെയല്ല. നല്ല വെളുത്ത് നീളൻ മുടിയുള്ള, അത്യാവശ്യം ഏതാണ് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന ഒരു ഗമണ്ടൻ മാമി. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് കൊഞ്ചിക്കൊഴുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. പൊതുവെ അവരുടെ സ്വഭാവം അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത്തിരി ഒരു പഞ്ചസാര എല്ലാവരോടും ഉണ്ട്. അത് അവരുടെ ഒരു കലയാണ്, മുദ്രയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. എന്തായാലും പുള്ളിക്കാരിക്ക് ഇത്തിരി വശപ്പശ കൊണ്ടെന്ന് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. ചുമ്മാ അതല്ല ഭർത്താവ് വിട്ടിട്ട് പോയത്. എന്തായാലും എൻ്റെ ഭർത്താവ് വീട്ടിലല്ലോ, ഞങ്ങൾ 2 പെണ്ണുങ്ങളല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവിനെ പൊക്കി പറയാൻ തുടങ്ങി. ബേബി മോനില്ലേ, എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങടെ മോൻ്റെ കൂട്ടുകാരനല്ലേ, ആ മോനെ എന്നെ മാമെന്ന് വിളിക്കുന്നതിനേക്കാൾ സ്നേഹത്തോടു കൂടിയാണ് ബേബി മോൻ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെന്താ, ഇത്തിരി നാണക്കാരനായിരുന്നു.
മോളെ കല്യാണം കഴിഞ്ഞപ്പം നാണമൊക്കെ മാറിയോ? മോളുടെ മുഖം കണ്ടലറിയാം സന്തോഷവതിയാണെന്ന്. അവൻ്റെ നാണമൊക്കെ മാറിക്കാണുമെന്ന്. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി വിഷമമാണ് തോന്നിയത്. കാര്യം എൻ്റെ ഭർത്താവും ഇവരും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് എനിക്കങ്ങ് തോന്നിപ്പോയി. ഇവരുടെ കൊഞ്ചലും കുഴച്ചിലുമൊക്കെ പണ്ടേ കാണും. 18 വയസ്സും 19 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവിനെ ഇവർ വളച്ചെടുത്ത് കാണും. അതുകൊണ്ടാണ് ഇവർക്ക് എൻ്റെ ഭർത്താവിൻ്റെ നാണ സ്വഭാവം അറിയാവുന്നത്. ദേഷ്യം ഉള്ളിലുണ്ടെങ്കിലും ഇവരെ നോക്കി എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നുമില്ല, സഹായിക്കാൻ വേറെ ആരുമില്ല. നാളെ രാവിലെ വന്നോളാമെന്ന് പറഞ്ഞു. ഞാൻ ടാറ്റ പറഞ്ഞ് പോരുകയും ചെയ്തു. വരുന്ന വഴിക്ക് വെച്ച് ഭർത്താവിനെ ഞാൻ വിളിച്ചു. ഡ്യൂട്ടി ആയിരുന്നുകൊണ്ട് കിട്ടിയില്ല. രാത്രി വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നാണ സ്വഭാവം ഉണ്ടെന്ന് അവർക്ക് എങ്ങനെ അറിയാം? തുടങ്ങും പലരും നിങ്ങൾക്ക് നാണമല്ലേ? അത് കഴിഞ്ഞല്ലേ നിങ്ങൾ റെഡിയാകത്തുള്ളൂ. അവർ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കൊലച്ച വാഴ പോലെ അവിടെ നിൽക്കുകയാണ്. അവരെ കണ്ടാൽ അറിയാം വശപ്പശകാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ദുഃഖങ്ങളെല്ലാം ഞാനങ്ങ് തെക്കട്ടിയിട്ടു. ഞങ്ങൾ രണ്ടുപേരും കൂടി മൊബൈലിൽ കൂടെ പൂര വഴക്കായി. അവസാനം പുള്ളിക്കാരൻ പറഞ്ഞു, അങ്ങനെയല്ലടി, എനിക്ക് പണ്ട് കാലത്ത് ഭയങ്കര നാണമായിരുന്നു. ആര് ചോദിച്ചാലും ഞാൻ ആദ്യം ഒന്നും മിണ്ടില്ല. ഇത്തിരി കഴിഞ്ഞേ അടുക്കുള്ളൂ. അതാണ് അവരുദ്ദേശിച്ചത്. അല്ലാതെ എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർ ആ സമയത്ത് അവരുടെ ഭർത്താവുമായിട്ട് സന്തോഷത്തിൽ ജീവിക്കായിരുന്നു. ഞാനിപ്പോഴും എൻ്റെ കൂട്ടുകാരോടാണ് അവരുടെ വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. അല്ലാതെ തനിച്ച് കാണാനുള്ള സൗകര്യമൊന്നുമില്ല. അതുമാത്രമല്ല അവരെക്കുറിച്ച് അങ്ങനെ പേരുദോഷമൊന്നും ഞാൻ കേട്ടിട്ടുമില്ല. പിന്നെ ഈ വിഷയത്തിൽ എൻ്റെ അറിവും അറിവില്ലായ്മയൊക്കെ നിനക്കറിയാമല്ലോ. നീ വന്നു കഴിഞ്ഞതിന് ശേഷമല്ലേ നീ ഒരു ഐഡിയ പറഞ്ഞ് ഞാൻ മെച്ചപ്പെട്ടത്. അവരുടെ കൂടെ ഞാൻ പോയിരുന്നു. അല്ലെങ്കിൽ അവർ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു സ്ത്രീയാണെങ്കിൽ ഞാൻ എന്നേ മെച്ചപ്പെട്ടേനെ. എൻ്റെ നാണം മാറിക്കിട്ടില്ലായിരുന്നു. നീ വന്നപ്പോൾ എനിക്ക് നാണമില്ലേ? നീ എന്ത് ലോജിക്കില്ലായ്മയാണ് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുമാതിരി സമാധാനമായി. ഒരു കണക്കിന് അത് ശരിയാണ്. ഇവരെ പോലെ ഒരു മിടുക്കിടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന് നാണം വരേണ്ടതല്ല. അല്ലെങ്കിൽ എന്നോട് എന്തെല്ലാം ഗൾഫിൽ ഇരുന്ന് പറയേണ്ട ആളാണ്. ഇല്ലില്ല, അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്താണ് ശരി. അതുകൊണ്ട് ഞാനങ്ങ് അടങ്ങി. എന്തായാലും പിറ്റേ ദിവസം രാവിലെ മുതൽ പുള്ളിക്കാർ വരാൻ തുടങ്ങി. വന്നപ്പോഴാണ് പുള്ളിക്കാരുടെ സാമീപ്യം ഒരു അനുഗ്രഹമാണെന്ന് എനിക്ക് മനസ്സിലായത്. എല്ലാം യന്ത്രം പോലെ ഓടി നടന്ന് ചെയ്യും. പക്ഷേ അതിലും ഉപരിയായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു ചമ്മന്തി, ഒരു കാന്താരി വെച്ച് ചമ്മന്തി അരച്ചാലും അതിനൊടുക്കത്തെ ടേസ്റ്റാണ്. എന്തെടുത്താലും ടേസ്റ്റാണ്. എൻ്റെ അമ്മായിയമ്മ നന്നായിട്ട് പാചകം ചെയ്യും. പക്ഷേ അമ്മായിയമ്മയ്ക്ക് പോലും ഇഷ്ടം തോന്നുന്ന ടേസ്റ്റാണ് വെക്കുന്നത്. അവരോട് പിന്നെ നമുക്ക് ഇഷ്ടം തോന്നാതിരിക്കുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ സംശയമില്ല എനിക്കങ്ങ് മാറി. എന്നാലും ആരോടെങ്കിലും സംസാരിക്കുമ്പോഴുള്ള കൊഞ്ചിക്കൊഴച്ചിലില്ലേ, അതെനിക്ക് അത്ര ഇഷ്ടമല്ല. എൻ്റെ ഭർത്താവുമായിട്ട് അവർക്ക് ഒരു കണക്ഷനുമില്ല. പിന്നെ ഇനിയിപ്പോൾ ഭർത്താവ് പോയ അവർ പുറത്തുള്ള ഒരാളെ സ്വീകരിച്ചാൽ എനിക്കെന്താ? കായൽ മീൻ പിടിക്കാൻ പലരും വരും എന്ന് വെച്ചിട്ട് നമ്മളത് ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ? അത് അവരുടെ ഇഷ്ടം, സ്വാതന്ത്ര്യം, അത്രയേ ഉള്ളൂ. ഒരു ദിവസം ഞാൻ അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മാമിയുടെ മൊബൈലിൽ ഒരു കോൾ വരുന്നു. അത് സൈലൻ്റാണ്. മാമി ശ്രദ്ധിക്കുന്നില്ല. ഒരു നല്ല സുന്ദര ചെക്കൻ്റെ പടം, സിനിമാവനാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് അത് വരുന്നത്. നടന്മാർ വലുതുമാണോ എന്നറിയാൻ വേണ്ടി ഞാൻ സൂക്ഷിച്ചു നോക്കി. അല്ല, ഒരു കൊച്ചു പയ്യനാണ്. 10-20 വയസ്സ് കാണും. ഓ, ചിലപ്പോൾ മാമിയുടെ മോനായിരിക്കും. ഇത് നല്ല വെളുത്ത് കൊടുത്തിരിക്കുകയല്ലേ. ആ, അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞു, ദേ മാമി ഒരു കോൾ വരുന്നെന്ന്. മാമി പെട്ടെന്ന് മൊബൈലിലേക്ക് നോക്കി ഓടി വന്ന് എടുത്തിട്ട് അങ്ങ് പോയി. പുറത്തു പോയി നിന്ന് സംസാരിക്കുന്നു. പക്ഷേ കൊഞ്ചലുണ്ട്, കുഴയിലുണ്ട്, കാലുകൊണ്ട് കളം വരയ്ക്കുന്നുണ്ട്. മകനല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും ചെറുപ്പക്കാരനായ ഒരാളോട് ഇവരെന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? എൻ്റെ സംശയം ഇരട്ടിച്ചു വന്നു. കാര്യം ഓൾറെഡി എനിക്ക് നല്ല സംശയമുണ്ടല്ലോ. ആടി തിരിഞ്ഞു വന്ന മാമിയോട് ഞാൻ ചോദിച്ചു, ആരാ വിളിച്ചെന്ന്. അതെ, മോൻ വിളിച്ചതാണെന്നും. ഞാൻ പറഞ്ഞു, ആഹാ, മോനാണോ? മോൻ്റെ പടം ഞാൻ ഇന്നലെ കണ്ടിട്ടില്ല, ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പ്രതീക്ഷ ചെക്കനെയല്ല പടത്തിൽ കണ്ടത്. കാണാൻ അത്യാവശ്യ സൗന്ദര്യമുള്ള ഒരു ഇരുണ്ട നിറത്തുള്ളൊരു ചെക്കൻ. ആഹാ, ഈ ചെക്കനല്ലല്ലോ ആ ഫോൺ വിളിച്ചപ്പോൾ സ്ക്രീനിൽ കണ്ടത്. ഞാൻ പറഞ്ഞു, അല്ല ചേച്ചി, ചേച്ചി നല്ല വെളുത്ത് തൊടുത്തിരിക്കുകയാണല്ലോ, ഇവനെന്താണ് ഇങ്ങനെ ഇരുണ്ടിരിക്കുന്നത്? അതെ, അവൻ്റെ അച്ഛനെ ഇത്തിരി ഇരുണ്ട നിറമായിരുന്നു. ആ മാമി, പിന്നൊരു കാര്യമുണ്ട്. മാമിയുടെ വാൾപേപ്പറിൽ ആരുടെ ഫോട്ടോയാണ്? ഒരു സിനിമാറിനെ പോലെ ഉണ്ടല്ലോ, സീരിയലിലോ മറ്റോ അഭിനയിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു. അയ്യോ, എൻ്റെ മൊബൈലിലെ വാൾപേപ്പർ മാറിപ്പോയോ? ഏതെങ്കിലും നടന്മാരുടെ ഫോട്ടോ ആണ് ഇട്ടിരിക്കുന്നത്? എനിക്കറിയില്ല മോളെ എന്ന് പറഞ്ഞ് അവർ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആ ചെക്കൻ്റെ പടം നന്നായി തെളിഞ്ഞു വന്നു. അപ്പോൾ എന്നോട് പറയാണ്, ഷൂ, ഇതെൻ്റെ കൂട്ടുകാരുടെ മോനാണ് കേട്ടോ, അവൻ എനിക്ക് വാട്സാപ്പിൽ ഫോട്ടോ അയച്ചു തന്നിരുന്നു, അതെങ്ങനെയോ അങ്ങ് വാൾപേപ്പർ ആയിപ്പോയതാണെന്നും.
എന്തായാലും സ്വന്തം മകൻ്റെ ഫോട്ടോ ഇടാതെ സുഹൃത്തിൻ്റെ മകൻ്റെ ഫോട്ടോ ഇട്ട മാമിയുടെ നല്ല മനസ്സ് കാണാതെ പോകരുത് എന്ന് ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞു. അയ്യോ മോളെ, അറിയാതെ പറ്റിപ്പോയതാണേ. ആ ചെക്കൻ ഇടയ്ക്കിടയ്ക്ക് നല്ല ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് സിനിമയിലൊക്കെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. എടുത്തു കഴിയുമ്പോൾ ആദ്യം എന്നോട് ചോദിക്കും, മാമി കൊള്ളാമോ എന്ന്. ആ അപ്പം അവനും മാമിയാണ് വിളിക്കുന്നതും. അവനെന്താ മാമി എന്ന് വിളിച്ചാൽ കൊള്ളത്തില്ലേ? ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. ഈ നാട്ടുകാർക്ക് മുഴുവനും മാമി മാമിയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും മാമി എന്നോട് ദേഷ്യപ്പെട്ടു. നീയാണെങ്കിൽ കുറേ നേരമായിട്ട് എന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. എനിക്ക് എൻ്റെ മൊബൈലിൽ ഇഷ്ടമുള്ള ആളുകളുടെ ഫോട്ടോ ഇടാൻ പറ്റില്ലേ? അയ്യോ സോറി മാമി, ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞ തമാശയ്ക്ക്. മാമിക്ക് ആരുടെ ഫോട്ടോ വേണേലും എവിടെ വേണേലും ഇടാം. ഇപ്പം മാമി സംസാരിച്ചത് ഈ ചെക്കനോടല്ലേ? ശരിക്കും ഇത് മാമിയുടെ സുഹൃത്തിൻ്റെ മോനാണെന്ന് ചോദിച്ചു. എന്താണ് നീ എന്നെ സംശയിക്കുന്ന രീതിയിൽ ഇങ്ങനെ പറയുന്നത്? നീ ഓർക്കുന്നത് ഞാൻ ഇങ്ങനെ നടക്കുന്നൊരു സ്ത്രീയാണെന്നാണോ എന്ന്? ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചില്ല, അങ്ങ് ചോദിച്ചതാണ്. ആ വാൾപേപ്പർ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ മാമിനോട് പറയുകയാണ്, ആ കിളന്ന പയ്യനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് വിളക്കമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു മാമി തോന്നിയ ദിവസം പറയരുത്, അത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ കിളന്ന പയ്യനെ കണ്ട് മാമി ഇളകിപ്പോയി കാൽതങ്ങം കൊണ്ട് കളം വരച്ച് മുറ്റത്ത് നിന്ന് അത്തപ്പൂക്കളെ വിട്ടത് ഞാൻ കണ്ടതല്ലേ. മോനെ മോനെ എന്ന് വിളിക്കുന്നത് അതിന് നിനക്കെന്താ? നിന്റെ കാശ് കൊണ്ടല്ലോ ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞ് മാമി ഞാനും കൂടെ ചെറിയൊരുടക്കുണ്ടായി. ഞങ്ങളുടെ ശബ്ദം ഉയർന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മായിമ്മ മുറിൽ കിടന്ന് എന്താടി അവിടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ലെന്ന്. പക്ഷേ 2-3 ദിവസത്തേക്ക് ഞങ്ങൾ തമ്മിൽ മിണ്ടിയില്ല. പിന്നീട് എന്തോ കാര്യം പറഞ്ഞ് ഞങ്ങൾ പിന്നെയും മിണ്ടി കഴിഞ്ഞപ്പോഴേക്കും മാമി എന്നോട് പറഞ്ഞു, എടി നീ ഇങ്ങനെ എന്നെ സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷേ നീ സംശയിച്ചത് ശരിയുമാണ്. എന്താ മാമി? എടി എൻ്റെ ഭർത്താവ് പോയതിൽ പിന്നെ എനിക്കാരുമില്ലല്ലോ. എൻ്റെ ഈ മോനാണ് എനിക്കൊരാശ്വാസം. എന്ത് മോന്? മോനെന്ന് പറഞ്ഞാൽ അവനെൻ്റെ മോനാകാനുള്ള പ്രായമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അവൻ അലങ്കരിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനമാണ്. ഞാനത് കേട്ട് ഞെട്ടിപ്പോയി. എങ്കിലും ഞാൻ ദൂഹിച്ചതായിരുന്നു. എന്നാലും എൻ്റെ മാമി, ഇത്രയും കൊച്ചു പയ്യൻ അവനെ എങ്ങനെയാണ് മാമി വശത്താക്കിയത്? ഞാൻ വശത്താക്കിയതൊന്നുമല്ല. ഫേസ്ബുക്കിൽ എൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൻ ഇങ്ങോട്ട് തേടി വന്ന് ഇൻബോക്സിൽ മെസ്സേജ് അയക്കുകയായിരുന്നു, എന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അത് മാമിയുടെ കൂട്ടുകാരുടെ മോനല്ല. അപ്പോൾ മാമി തല താഴ്ത്തിട്ട് പറഞ്ഞു, അല്ല, എനിക്കവനെ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. ഇതുപോലെ എത്ര കുട്ടന്മാരുണ്ട് മാമിയുടെ കയ്യിൽ? ഒന്ന് പോടി, അങ്ങനെയൊന്നുമില്ല. സത്യം പറ മാമി, ഈ ചെക്കൻ്റെ കാര്യം അറിഞ്ഞിട്ടല്ലേ ഭർത്താവ് പിരിഞ്ഞു പോയത്? ഭർത്താവ് പിരിഞ്ഞു പോയിട്ട് വർഷങ്ങളായില്ലേ? ആ സമയത്തൊന്നും ഈ ചെക്കനില്ല. ഇവരിപ്പോൾ വന്നിട്ട് 7 മാസമല്ലേ ആയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് എന്താ പിരിഞ്ഞു പോയത്? അത് പിന്നെ വേറൊരു ചെക്കനുണ്ടായിരുന്നു. ഏത് ചെക്കൻ? അന്ന് ഞങ്ങളുടെ അയൽവക്കത്ത് താമസിച്ചിരുന്നാണ്. ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോകാമെന്ന് പറഞ്ഞങ്ങ് പോയി. ചെക്കൻ എന്നോട് ഒത്തിരി ഇഷ്ടമായിരുന്നു. അടുക്കളയിൽ വന്ന് ഞങ്ങൾ കുസൃതി പാചകം ചെയ്യുകയായിരുന്നു. ഭർത്താവ് തിരിച്ചു വന്നപ്പോൾ അത് കണ്ടു. അങ്ങനെ വഴക്കുണ്ടാക്കിയാണ് പുള്ളി പോയത്. ആക്ച്വലി ആ ചെക്കൻ വളഞ്ഞു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ഒന്നും പൂർണ്ണമായിട്ട് നടന്നിട്ടില്ല. അപ്പോൾ ചേച്ചിക്ക് പണ്ട് മുതലേ ഇതാണോ കൃഷി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ചേച്ചി പറഞ്ഞു, നീ പറയുന്ന പോലല്ല, ഭർത്താവ് നന്നായിരിക്കണം, ഭർത്താവ് ഒരാണായിരിക്കണം. അപ്പോൾ ഭർത്താവ് ആണല്ലേ? ഒരു കുട്ടിയുണ്ടല്ലോ. എടി, കുട്ടിയൊക്കെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാകും. അതൊന്നുമല്ല ആണ്. സ്ത്രീ എന്താണെന്ന് മനസ്സിലാക്കാത്തൊരു പുരുഷനെ കൊണ്ട് എന്താടി ഗുണം? അയാളുടെ കൂടെ ഞാൻ സഹിച്ച് ജീവിക്കായിരുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ആരെയും കൈയും കാലും കാണിച്ചിട്ടില്ല. ആ ചെക്കൻ ഇങ്ങോട്ടാണ് വന്നത് എന്നെ കണ്ടുകൊണ്ട്. എന്നെ കണ്ട് എന്നെ സ്നേഹിക്കാൻ ഇങ്ങോട്ടൊരാൾ വന്നു കഴിയുമ്പോൾ ഭർത്താവ് യാതൊരു വിധത്തിലും കൊള്ളാത്തൊരു സ്ത്രീയായി ഞാൻ എന്താണ് ചെയ്തത്? എനിക്കും ആഗ്രഹങ്ങളും മോഹങ്ങളും ഇല്ലേ? അതുകൊണ്ട് ഞാൻ സ്വീകരിച്ചു, അത്രയേ ഉള്ളൂ. പോയെങ്കിൽ പോട്ട്. അങ്ങേരി പോയതിൽ പിന്നെ എനിക്ക് നല്ല മനസ്സമാധാനമുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പോയതിൽ പിന്നെ ഒത്തിരി ബന്ധമുണ്ടായോ? ഇല്ല, ഇങ്ങോട്ട് വന്നെങ്കിൽ മാത്രമേ സ്വീകരിക്കാറുള്ളൂ. ഞാൻ കയറി ആരെയും അങ്ങോട്ട് വശപ്പശാക്കാൻ പോകാറില്ല. ഞാനൊരു സത്യം ചോദിക്കട്ടെ മാമി, എൻ്റെ ഭർത്താവുമായിട്ട് മാമിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്ന് പറ പ്ലീസ്. അവൻ എന്നെ ഇഷ്ടമായിരുന്നു. എൻ്റെ അടുത്ത് വന്ന് അവൻ ചിണങ്ങി നിന്നിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നതല്ലേ, ഞാൻ ട്രൈ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ എൻ്റെ മോളെ, ഒരു ഉയർത്തെഴുന്നേൽപ്പില്ലാത്ത ഒരാളാണ് നിൻ്റെ ഭർത്താവ്. പേടിയും വെപ്രാളവും ഒക്കെയാണ്. അതുകൊണ്ട് ആദ്യത്തെ കാര്യങ്ങൾ തന്നെ ഒന്നും മുന്നോട്ട് പോകാതെ, 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാതെ അവിടെ അവസാനിക്കായിരുന്നു. അത് കഴിഞ്ഞതിൽ പിന്നെ അവൻ എൻ്റെ അടുത്ത് വന്നിട്ടേ ഇല്ല. എന്നെ കാണാതെ പേടിയാണ്, സംസാരിക്കും, അത്രയേ ഉള്ളൂ. ഒരു ദിവസം അവനോട് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ടെൻഷൻ കൊണ്ട് അവനൊന്നും പറ്റില്ല, 1000 വട്ടം എടുക്കാനേ പറ്റില്ല, ഇനിയിപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ മാത്രമേ ശരിയാകുള്ളൂ എന്നാണ് പറഞ്ഞത്. അതോടുകൂടി
ആ ചാപ്റ്റർ ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നെ അവനൊന്നുമല്ല, അതിലൊക്കെ എത്രയോ നല്ല ആൾക്കാർ എന്നോട് സ്നേഹം പ്രകടിപ്പിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ ഭർത്താവുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. എന്നാലും ചേച്ചിയുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് ആദ്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഉണ്ട്, അവൻ ചെറിയ പ്രായമല്ലേ, എന്നെപ്പോലൊരു സ്ത്രീ കാണുമ്പോൾ അവന് ഇഷ്ടം തോന്നില്ലേ? നിന്നേക്കാളൊക്കെ ഒത്തിരി സുന്ദരിയായിരുന്നടി ഞാൻ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണ്. എന്തായാലും നീ പേടിക്കണ്ട, നിന്റെ ദാമ്പത്യ ജീവിതത്തിന് ഞാൻ എതിരല്ല എന്ന് മാമി പറഞ്ഞു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്കിതിലൊക്കെ നല്ല താല്പര്യമാണ്. പക്ഷേ ഇങ്ങോട്ട് വരുന്നവരെ സ്വീകരിക്കാറുള്ളൂ. പ്രായം കുറവുള്ള ചെക്കന്മാരെയാണ് എനിക്കിഷ്ടം, ഇതെല്ലാം സത്യമാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് ഞാൻ ആരുടെയും കുടുംബം തകർക്കാൻ നടക്കില്ല. എനിക്ക് അങ്ങനൊരു പ്രശ്നക്കാരിയായിട്ട് അറിയപ്പെടുകയേ വേണ്ട. സ്വതന്ത്രമായി നടക്കുന്ന ആൾക്കാർ വന്നോട്ടെ, കുടുംബമുള്ളവരൊന്നും വേണ്ട. അത് കേട്ടപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി. കാര്യം മാമിക്ക് ഒരു മിഷനുണ്ട്. ഞാൻ പറഞ്ഞു, എന്നാലും ഇത് തെറ്റല്ലേ? എന്തോന്ന് തെറ്റ്? എനിക്ക് ഭർത്താവൊന്നുമില്ല, എൻ്റെ ശരി ഇതാണ്. പിന്നെ ആ പിള്ളേർക്ക് ഇഷ്ടമായിട്ട് ഇങ്ങോട്ട് വരുന്നു, അത്രയേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. എന്നാലും മാമി, നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. ഇപ്പം തന്നെ എനിക്കറിയാം ഈ ഒരു പിഞ്ച് ചെക്കനെ കണ്ടിട്ട് നിനക്ക് അസൂയാണെന്ന്. എടി, സിനിമാ നടന്മാരെ പോലെ ഇരിക്കുന്ന ആളുകളൊക്കെ കിട്ടാൻ വേണ്ടി ഒരു ഭാഗ്യം വേണം. നീ ഇപ്പം കല്യാണം കഴിച്ചിരിക്കുന്ന നിൻ്റെ ഭർത്താവില്ലേ, അത്ര വലിയ സുന്ദരനൊന്നുമല്ലല്ലോ, അവനൊരു ആവറേജ്. എന്നിട്ട് നീ എന്ത് ചെയ്യണം? ഇങ്ങനെ കാത്തിരിക്കുകയാണ് വേഴാമ്പലിനെ പോലെ. എപ്പം മഴത്തുള്ളികൾ പൊഴിഞ്ഞു വരുമെന്ന് വെച്ചിട്ട്. അവൻ പൊഴിക്കാൻ വേണ്ടി എപ്പോഴാണ് വരുന്നത്? 1.5 വർഷം കൂടിയിരിക്കുമ്പോൾ, 2.5 വർഷം കൂടിയിരിക്കുമ്പോൾ വരും. ആ സമയത്തേക്ക് കാത്തിരിക്കുകയാണ് നീ. അങ്ങനെയുള്ള നിനക്ക് കൊച്ചു പയ്യന്മാരെ കാണുമ്പോൾ, ഞാനുമായിട്ട് അടുക്കുന്നത് കാണുമ്പോൾ നല്ല അസൂയ തോന്നുന്നു. ഞാൻ പറഞ്ഞ തോന്നിയ പറയരുത്. എൻ്റെ ഭർത്താവിനെ കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളെന്ന്. അതൊക്കെ ഏത് പെണ്ണും പറയും. പക്ഷേ കിട്ടാതെ വരുമ്പോഴുള്ള ഏനക്കേടില്ലേ, അത് നിൻ്റെ ഉള്ളിൽ നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയാൻ മതി. അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ കിടന്ന് തുള്ളുന്നത് എന്ന് പറഞ്ഞു. അവരോട് ദേഷ്യം വന്നെങ്കിലും ഞങ്ങൾ തമ്മിൽ പിണങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഇനി എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് തിരിച്ചുണ്ട്. അതുകൊണ്ട് വഴക്കുണ്ടാകില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, എനിക്കെൻ്റെ ചേട്ടനെ തന്നെയാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നീ വട്ടം കറക്കൊണ്ട് അവിടെ ഇരുന്നു. അല്ലാതെ എനിക്കിപ്പോൾ എന്താ പറയാൻ പറ്റുന്നത്? നീ എൻ്റെ സുന്ദരന്മാരെ ചെക്കന്മാരെ കുറിച്ച് ഓർത്ത് വേലാതിപ്പെടേണ്ട കാര്യമില്ല. അവരെ ഞാൻ മാനേജ് ചെയ്തോളാം. ഈ വീട്ടിലേക്കൊന്നും കൊണ്ടുവരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അല്ല ചേച്ചി, ഈ ചെക്കൻ എപ്പോഴാണ് വരുന്നത്? അതവൻ രാത്രി വന്നോളും. എല്ലാ ദിവസവും വരുമോ? മിക്കവാറും എല്ലാ ദിവസം വരും. ഞാൻ എപ്പോഴാണോ പറഞ്ഞത്, ഞാൻ എപ്പോഴാണോ റെഡി, ആ സമയത്ത് അവൻ ഓടി വരും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാലില്ലേ അസൂയുണ്ട് മാഡം, നന്നായിട്ട്. ഇത്രയും നല്ല സുന്ദരനായ ഒരു ചെക്കൻ, ഇവരെക്കാട്ട് സുന്ദരിയാണ് ഞാനെന്നാണ് എൻ്റെ ഭാവം. എൻ്റെ മനസ്സിൽ അങ്ങനൊരു ഭാവമുള്ളത് കൊണ്ട് ഞാൻ ഓരോന്നോരോന്ന് കിള്ളി ചോദിച്ചുകൊണ്ടിരുന്നു. ഒടുക്കം പുള്ളിക്കാരിനോട് ചോദിച്ചു, നിനക്ക് എന്താ കാര്യം? നിൻ്റെ ഭർത്താവിനേക്കാൾ അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ ആണുങ്ങളെക്കാളും മിടുക്കനാണവൻ. അവന് സൗന്ദര്യമുണ്ട്. എടി, നീ ഒരു കാര്യം മനസ്സിലാക്കുക, സൗന്ദര്യമുള്ള ഓരോ ആണിനെ കിട്ടാനും സ്ത്രീക്ക് ഒരു സൗഭാഗ്യം വേണം. നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ധാരാളം ആണുങ്ങളെ നമുക്ക് ലഭിച്ചേക്കാം. പക്ഷെ അതിലൊന്നും പെർഫെക്റ്റ് സൗന്ദര്യമുള്ളവർ കാണില്ല. ഇത്രയും സൗന്ദര്യമുള്ളൊരു ചെക്കൻ്റെ പുറകെ 100 കണക്കിന് പെണ്ണുങ്ങൾ കാണും. പക്ഷേ അവരെല്ലാം തള്ളി മാറ്റി ഞാൻ വിളിക്കുമ്പോൾ അവൻ ഓടി വരുന്നതിന് കാരണം എന്താണ്? പറഞ്ഞിട്ട് കാര്യമില്ലടി, എൻ്റെ സൗന്ദര്യം തന്നെ, നീ അതിലൊക്കെ തോറ്റു പോവുകയുള്ളൂ എന്ന് പറഞ്ഞവരെന്നെ കളിയാക്കി. തമാശക്ക് പറഞ്ഞതാണെങ്കിലും എനിക്കത് കൊണ്ടു. എൻ്റെ ഭർത്താവിനെ എനിക്ക് വഞ്ചിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ മാമിയുടെ കസ്റ്റഡിയിലുള്ള മറ്റു പലരുടെയും ഫോട്ടോയും ചാറ്റുമൊക്കെ മാമി എന്നെ കാണിച്ചു തന്നു. എല്ലാം അടിപൊളി ചെക്കന്മാരാണ്. ഇവർക്ക് മാത്രം എങ്ങനെയാണ് ഇത്രയും കോണ്ടാക്റ്റ് ഉണ്ടാകുന്നത് എനിക്കറിയില്ല. ഞാനൊക്കെ ഉണ്ട്, പക്ഷെ ഒരാൾ പോലും എന്നോട് ചാറ്റ് ചെയ്യുന്നില്ല. ഒരു ദിവസം ഈ സുന്ദര കുട്ടപ്പൻ്റെ കാര്യങ്ങൾ മാമി വർണ്ണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവസാനം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാലും ഇതൊന്നും ശരിയല്ല മാമിന്ന്. അപ്പം മാമി പൊട്ടിത്തെറിച്ചു. എടീ, നിനക്ക് എന്തിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് മനസ്സിലായി. 24 മണിക്കൂർ എന്നോട് വന്നിട്ട്, ചേച്ചി കമ്പിപ്പാര കണ്ടോ, തേങ്ങ പൊതിച്ചത് എങ്ങനെയാണ്, അടയ്ക്ക പൊളിച്ചത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളും ചോദിക്കും. അവസാനം കരിക്ക് പൊതിച്ചപ്പോൾ വെള്ളം കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നീ പറയും അത് കൊള്ളില്ല, അശുദ്ധമാണെന്ന്. ഇങ്ങനെയുള്ള തോന്നിയാസം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നേക്കരുത്. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അവസാനമുള്ള പറയുകയാണ് ശരിയല്ലെന്ന്. എടീ, നീ ഒരു പഠിച്ച കളിയാണ്. നീ ഇങ്ങനെ കാത്തിരുന്നു. നിന്റെ ഭർത്താവ് അങ്ങ് മരുഭൂമിയിലല്ലേ, മരുഭൂമിയിലെ വീണ മാങ്ങാണ്ടി പോലെ ആകിനി അവന്. ഇനി വരുമ്പോഴേക്കും എല്ലാം ശുഷ്കമായിരിക്കും. എടി, ഉണങ്ങി നോക്കിക്കോ, ഓരോ വർഷം പോകുന്നതോളം നീ പ്രതീക്ഷിക്കുന്ന ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് എന്നെ ശപിക്കുന്ന പോലെ പറഞ്ഞു. അത് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒന്ന്
വഴക്കുണ്ടാക്കി. അത് കഴിഞ്ഞ് ശരിയായി കഴിഞ്ഞപ്പോഴേക്കും എന്നോട് മാമി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി നീ എന്നോട് ഈ കാര്യം ചോദിക്കരുത്. ചോദിക്കുകയാണെങ്കിൽ ഈ ചെക്കന്മാരെ നിനക്ക് ഇഷ്ടമാണെന്ന് അർത്ഥം. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമൊക്കെയാണ്. അപ്പോൾ നിൻ്റെ ഉള്ളിൽ ഇവന്മാരുമായിട്ട് ഒരു കണക്ഷൻ ആഗ്രഹിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു ഉണ്ടെങ്കിൽ മാമി എനിക്ക് കണക്ട് ചെയ്ത് തരില്ലല്ലോ. അപ്പോൾ മാമി പൊട്ടിച്ചിരിച്ചു. എടി പച്ചയായിട്ട് അങ്ങ് പറഞ്ഞാൽ പോരെ, എനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഓർത്തത് കേമത്തമൊക്കെ പറഞ്ഞ് അവർ ആണുങ്ങളെ സ്വന്തമാക്കി പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു മഹാറാണിയായിരിക്കുന്നതാണ്. പക്ഷെ അവർക്ക് അങ്ങനൊന്നുമില്ല. അവർ വളരെ സ്വതന്ത്രയും ജനറസുമാണെന്ന് മനസ്സിലാക്കി. പിന്നീട് പുള്ളിക്കാരി ഇങ്ങോട്ടോട് പറയാൻ തുടങ്ങി, നീ ആരെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി, ആരും അറിയില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ താമസിക്കാം. അമ്മ ഇവിടെ വരികയാണെങ്കിൽ നിൻ്റെ അമ്മായിമ്മ അറിയാതെ എല്ലാ കാര്യങ്ങളും ഞാൻ അറേഞ്ച് ചെയ്യാം, നിൻ്റെ മുറിയിലേക്ക് നേരിട്ട് എത്തിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ 10 വട്ടം പറഞ്ഞു കഴിയുമ്പോഴേക്കും ആദ്യം കണ്ട ആ സുന്ദര കുട്ടപ്പൻ്റെ കാര്യം ഞാനങ്ങ് ഓർത്തു. അവൻ വരുമോ എന്ന് മാമിയോട് ചോദിച്ചപ്പോൾ മാമി പറഞ്ഞു, എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ പോരെ എന്ന് പറഞ്ഞ് അവനുമായൊരു വീഡിയോ കോളിൻ്റെ സൗകര്യം എനിക്ക് ഉണ്ടാക്കി തന്നു. ഫോർമലി അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. 3-ാമത്തെ ദിവസം അവന് വരുമെന്ന് പറഞ്ഞു. അന്ന് മാമി കള്ളത്തരം പറഞ്ഞ് ഇവിടെ താമസിച്ചു. എൻ്റെ അമ്മായിമ്മയ്ക്ക് അതിലൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. അങ്ങനെ രാത്രിയായപ്പോൾ നമ്മുടെ സീരിയൽ നടനെ പോലുള്ള ചിക്കൻ വന്നു. അവനെ മാമി തന്നെയാണ് എൻ്റെ മുറിയിൽ കൊണ്ടാക്കിയത്. ആദ്യമേ അവൻ എന്നോട് പറഞ്ഞത്, ചേച്ചിക്ക് എന്തിഷ്ടമുണ്ടെങ്കിലും ചേച്ചി എന്നോട് പറയണം, എന്തിഷ്ടത്തിനും ഞാൻ കൂട്ടു നിൽക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ കിള്ളി ചോദിച്ചു എൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന്. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, ഞാൻ വെളുപ്പിന് 4 മണിയാകുമ്പോഴേ പോകുകയുള്ളൂ, എന്തും എന്നോട് പറയണം, മടി കൂടാതെന്ന്. അന്ന് എൻ്റെ നാണം ആകെ മാറുകയായിരുന്നു. എൻ്റെ ഭർത്താവിനോട് പറഞ്ഞതിന് പരിധിയുണ്ട്, ഭർത്താവിനെ ശ്രദ്ധിക്കുന്നതിന് പരിധിയുണ്ട്. ഇതങ്ങനെയല്ല. അവൻ എനിക്ക് വേണ്ടി ജനിച്ച മാൻകിടാവാണെന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ മാഡം, ഞാൻ സത്യം പറയാം, എൻ്റെ ഭർത്താവിനേക്കാൾ സൗന്ദര്യമുള്ള ഒരാൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും 100 ഇരട്ടി സന്തോഷമാണ് എനിക്ക് അനുഭവപ്പെട്ടത്. രണ്ടും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതുമാത്രമല്ല, എനിക്ക് വേണ്ടി അവൻ കൂടുതൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. അതിൽ പരം സന്തോഷം എനിക്ക് എന്ത് വേണം? ഭർത്താവിനേക്കാൾ ഫീച്ചേഴ്സിൽ വളരെ മികച്ചവൻ. അങ്ങനെ സത്യം പറഞ്ഞാൽ ആദ്യത്തെ ആ ദിവസം തന്നെ എൻ്റെ പുഷ്കലകാലം തുടങ്ങുകയായി. പക്ഷേ അവൻ പോകാൻ നേരത്ത് ചേച്ചി വന്ന് മുട്ടിട്ട് പറഞ്ഞു, മോളെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഒരു 2000 രൂപ അവന് കൊടുക്കാൻ സന്തോഷത്തോടു കൂടി ഞാൻ കൊടുക്കുകയും ചെയ്തു. പിന്നീട് വരുമ്പോഴൊക്കെ ഞാൻ എനിക്ക് പറ്റിയ കുറച്ച് പൈസ അവന് കൊടുക്കുകയും ചെയ്തു. പിന്നീട് അവൻ വന്ന് എനിക്ക് അവനോട് അങ്ങ് പ്രേമമായി മാഡം. അവൻ എന്നോട് ഈ അടുത്ത ദിവസം പറയുകയാണ്, മാമിയെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് ജീവിക്കണം, എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ സ്നേഹിച്ച് വലയ്ക്കുകയാണ്. മാമിയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നും മാമിയുമായിട്ട് അവൻ ഇനി ഒരു സംസർഗം വെക്കുകയില്ലെന്നും നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് അവൻ ഇപ്പോഴും എന്നോട് പറയുകയാണ്. എനിക്കാണെങ്കിൽ അവനെ വിട്ട് കളയാൻ മടിയാണ്. എനിക്ക് ഭർത്താവിനോട് സ്നേഹവും ബഹുമാനവും ഒക്കെയുണ്ട്, എന്നാലും പ്രേമം അവനോടാണ്. എൻ്റെ മനസ്സ് ആകെ കൺഫ്യൂഷനിലാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല മാഡം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാകും. നമ്മൾ ഇത്തരം കഥകൾ എത്ര വായിച്ചിട്ടുള്ളതാണ്, എത്ര സിറ്റുവേഷൻസ് കേട്ടിട്ടുള്ളതാണ്, നമ്മളെ ജീവിതത്തിലും കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ് എല്ലാവരും. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ചതിയിൽ വഞ്ചന പാടില്ല. അതായത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഭർത്താവിനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അതിൽ പിന്നെയും ചതികൾ എന്ന് പറയുന്നത് ഒട്ടും ന്യായമുള്ള കാര്യമല്ല. ഇത് മൊത്തം റോങ് ആയിട്ടുള്ളൊരു പാറ്റേണിലാണ് നടന്നു പോകുന്നത്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ചെക്കൻ്റെ വാഗ്ദാനങ്ങളിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. അതായത് മാമി അങ്ങോട്ട് കയറി ഫേസ്ബുക്കിൽ കൂടെ മെസ്സേജ് അയച്ചിട്ട് മാമിയുടെ അടുത്ത് പോയി നിന്ന് അവർ പറയുന്ന ആൾക്കാരുടെ കൂടെ ഇങ്ങനെ കറങ്ങി നടന്ന് പൈസ മേടിച്ച് ജീവിക്കുന്ന ഒരു ചെക്കൻ, അവനൊരു ജീവിതമായിട്ടില്ല, ജീവിതത്തിൻ്റെ രീതി അറിയില്ല. അവന് പക്ഷെ ഒരു കാര്യം മനസ്സിലായി, തനിക്ക് സൗന്ദര്യമുണ്ട്, അതുകൊണ്ട് ഏത് പെണ്ണുങ്ങളും എവിടെ വേണമെങ്കിലും തൻ്റെ കൂടെ വരാൻ തയ്യാറാണ്, പണവും കിട്ടും. അപ്പോൾ അവൻ നിങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. ചിലപ്പോൾ നിങ്ങളോടൊരു ഇൻറ്റിമസി തോന്നി കാണുമായിരിക്കും. ആ സമയത്ത് അവൻ പറയുകയാണ്, ഇതിനെല്ലാം കാരണക്കാരിയായ മാമി അവോയ്ഡ് ചെയ്യാം, നമ്മൾ തമ്മിൽ മാത്രം മതിയെന്ന്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നതന്നെ വലിയൊരു തെറ്റാണ്, കള്ളത്തരമാണ്, വഞ്ചകരുടെ ആദ്യ ലക്ഷണമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ മാമി നിങ്ങളോട് ഇത് പറഞ്ഞു, നിങ്ങളിത് തുടർന്നു പോന്നു, നിങ്ങൾ അതിന് അഡ്ജസ്റ്റഡ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സാങ്കത്യം ഉണ്ടെന്ന് പറയാം. ഇപ്പോൾ ഈ ചിന്തിക്കുന്ന രീതി, ഭർത്താവിനെ കളഞ്ഞിട്ട് അവനോട് പോകണമെന്ന് പറഞ്ഞത്, അവൻ പറഞ്ഞത് വിശ്വസിക്കുന്നത്, മാമി ഒഴിവാക്കണമെന്ന് പറഞ്ഞത്, ഇതെല്ലാം വഞ്ചനയുടെയും കള്ളത്തരത്തിൻ്റെയും ഭാഗമാണ്. നിങ്ങൾ അവരോട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടയാകും. എനിക്ക് തോന്നുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നത് മാമയാണെന്ന് തോന്നുന്നു. അവർ ചെയ്യുന്നത് തെറ്റാണ് എങ്കിൽ കൂടിയും
ഈ കള്ളന്മാരുടെ കൂട്ടത്തിൽ അവർക്കാണ് കുറച്ച് സത്യസന്ധതയുള്ളത്. ചെക്കൻ പറയുന്നത് കേട്ട് നിങ്ങൾ ഒന്നിനും എടുത്തു ചാടരുത്, അവൻ്റെ കൂടെ പോയി ജീവിക്കരുത്, ഭർത്താവിനെ വഞ്ചിക്കരുത്, ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. അവനോട് പറയുക, നമുക്ക് ആരെയും ഉപേക്ഷിക്കേണ്ട, മാമിയെ തള്ളി പറയാൻ പറ്റില്ല, എൻ്റെ ഭർത്താവിനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല, എനിക്ക് കുടുംബമുണ്ട്. ഇത് വളരെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടും യാതൊരു വിധത്തിലും ആർക്ക് ദ്രോഹം ചെയ്യാതെയും പോകുന്നൊരു ബന്ധമാണെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ആവശ്യമില്ലാത്തൊരു റിസ്കിലേക്കും ഞാനില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതും നല്ലൊരു രീതിയൊന്നുമല്ല. ഈ ബന്ധം തുടരരുത്, ഭർത്താവിനോട് നല്ല രീതിയിൽ പോകാമെന്നേ പറയാൻ പറ്റുകയുള്ളൂ. പിന്നെ മാമയെ അവരോട് ചെയ്യരുത്. പക്ഷേ ഈ കൂട്ടുകെട്ട് നല്ലതാണെന്നോ ഈ പ്രസ്ഥാനം നല്ലതാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. വിശ്വസിച്ചവരെ ചതിക്കുന്നൊരു കുറുക്കനാണ് അവൻ. അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാലത്തും നല്ലതുവരെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ പതുക്കെ പതുക്കെ നിർത്തി സ്വന്തം ജീവിതത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് വേറൊരു അഭിപ്രായമില്ല.